ഫിറോസ്, മുസ്ലിം ലീഗ് നേതാവ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പി കെ ഫിറോസ്, ഞാൻ താങ്കളെ ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുകയായിരുന്നു. എന്താണ് ശരിക്കും ഇന്നലെ അവിടെ സംഭവിച്ചത്? ഇന്നലെ ഞാനും ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും രാത്രി ഭക്ഷണം കഴിച്ച് തിരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ വാഹനം നിർത്തി. ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. വാഹനം നിർത്താൻ പറഞ്ഞു. ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചു. ഇറങ്ങാൻ പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി. ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഡിക്കി ഓപ്പൺ ചെയ്തു. അതിനകത്ത് പിന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളുണ്ടായിരുന്നു. വസ്ത്രങ്ങളടങ്ങിയ ബാഗ് ഉണ്ടായിരുന്നു. ബാഗ് തുറക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ഷാഫി പറഞ്ഞു, നിങ്ങൾ തുറന്ന് പരിശോധിച്ചോ. അപ്പൊ ഷാഫിയുടെ വീണ്ടും തുറക്കാൻ ആവശ്യപ്പെട്ടു. ഷാഫി പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ഈ ചെയ്യുന്നത് ഇടതുപക്ഷത്തിന്റെ MLA-യും MP-യും മന്ത്രിമാരൊക്കെ ഇതിനകത്തൂടെ പോകുന്നവരെ ഏതെങ്കിലും വാഹനം നിങ്ങൾ തടഞ്ഞു പരിശോധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏതെങ്കിലും ഒരു വാഹനം തടഞ്ഞതിന്റെ ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് ബോധപൂർവം UDF-ന്റെ MP-മാരുടെയും MLA-മാരുടെയും ഒക്കെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. കാരണം ഏത് ജനപ്രതിനിധിയാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും പരിശോധിക്കണം. അത് ശരിയാണ്, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് പരിശോധിക്കുന്നതിന് പകരം അവരെ അപമാനിക്കുകയും കൂടി ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്നലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയിട്ടുള്ളത്. അവരുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുക, അവര് തന്നെ പെട്ടി തുറന്നു കൊടുക്കണമെന്ന് പറയാ, അവര് തന്നെ അവരെ വാഹനത്തിൽ നിന്ന് ഇറക്കുക. അപ്പൊ അത് ആ രീതിയിൽ ഞങ്ങൾ തുറന്ന് പരിശോധിക്കേണ്ടത് അവിടെയുള്ള പോലീസ് ആയിരിക്കുമല്ലോ. അതെന്തുകൊണ്ടാണ് ഈ MP-യും MLA-യും തന്നെ തുറക്കണമെന്ന് പറഞ്ഞത്? അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ബോധപൂർവ്വം അവരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അവിടെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മോശമായി പെരുമാറിയെന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് അപമര്യാദയായി പെരുമാറിയെന്നോ ഒക്കെ പറഞ്ഞ് കേസെടുക്കണം, അല്ലെങ്കിൽ അത് വാർത്തയാക്കണം. ആ രീതിയിൽ ഞങ്ങൾ അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ ഞങ്ങൾ തന്നെ പിന്നെ റെക്കോർഡ് ചെയ്തു. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു. അദ്ദേഹത്തെ കൊണ്ട് മുഴുവൻ പരിശോധിച്ചതിന് ശേഷം ഇതിനകത്ത് ഒന്നുമില്ലെന്ന് അദ്ദേഹം കൊണ്ട് തന്നെ പരിശോധിക്കുന്ന ദൃശ്യങ്ങളടക്കം റെക്കോർഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പൊ മനഃപൂർവ്വം എന്തെങ്കിലും പാലക്കാട് പോലെ ഇഷ്യൂസ് ഡൈവേർട്ട് ചെയ്ത് പിന്നെ വാർത്തകൾ ഉണ്ടാക്കി ഇതിനകത്ത് വേറെ രീതിയിലൊക്കെ ചർച്ചകൾ കൊണ്ടുപോകാന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. പാലക്കാട്ടെ കാര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് ആ രാത്രി ഈ പരിശോധനകൾക്കൊക്കെ ശേഷം ഇറങ്ങി പോവുകയായിരുന്നു പോലീസ്. അപ്പൊ ഷാഫി നിർബന്ധിച്ച് പേപ്പറിൽ എഴുതി തരണം, പരിശോധനയ്ക്ക് ശേഷം ഒന്നും കിട്ടിയില്ല, വസ്ത്രങ്ങൾ മാത്രമായിരുന്നു അവിടെ ആ റൂമിലൊക്കെ ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ എഴുതി തരണമെന്ന് അവിടെ ആവശ്യപ്പെടുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നോ? അതെ, ഇവിടെയും ഞങ്ങൾ ആവശ്യപ്പെട്ടു, നിങ്ങൾ പരിശോധിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന്. കാരണം പിന്നീട് ഞങ്ങൾ പോയതിനു ശേഷം നിങ്ങൾ മറിച്ച് പറയുന്നോ ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു. അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. ശരി, വളരെയധികം നന്ദി ശ്രീ പി കെ ഫിറോസ് സംസാരിച്ചതിന്.